ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ്. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, പകരം ഒരു യാത്രാ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മോൾക്ക് ഹൈദരാബാദിൽ ജോലി കിട്ടി, അതിൻ്റെ ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇനിയുള്ള വീഡിയോസ് എല്ലാം. ഇതിൽ ഞാൻ കാണിക്കുന്നത് വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള യാത്രയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഞങ്ങളുടെ യാത്രയിലുണ്ട്, ഈ വീഡിയോയിലും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ വീട്ടിൽ മോള് യാത്രയ്ക്കൊരുങ്ങി ബാഗൊക്കെ പാക്ക് ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പം ഞാനെന്തോ പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുകയാണ്. യാത്രയിൽ മോളും ഹസ്ബൻഡുമാണ് എൻ്റെ കൂടെ ഉള്ളത്. മോളെ ഹൈദരാബാദിൽ കൊണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോണതെന്ന് പറഞ്ഞല്ലോ. മോൻ വരണില്ല, മോന് ലീവ് കിട്ടിയില്ല. പക്ഷേ അവൻ ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവനാണ് ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ കൊച്ചിയിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഇത്ര കിലോഗ്രാം കണക്കിനൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബാഗൊക്കെ തൂക്കി കിലോഗ്രാമൊക്കെ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ 2-3 ബാഗൊക്കെ റെഡിയാക്കി വെച്ചത് കേട്ടോ. ഞങ്ങൾ 3 പേര് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് 3 വലിയ ബാഗുണ്ട്, പിന്നെ ഒരു ക്യാബിൻ ബാഗുണ്ട്, പിന്നെ ഞങ്ങളുടെയൊക്കെ തോളത്തുള്ള ചെറിയ ബാഗുകളുണ്ട്. അങ്ങനെ അത്യാവശ്യം ലഗേജുമായിട്ടാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇതാ മോൻ കാറിൽ കയറി, മോളും കയറി. അപ്പം ഞാനും ഇതാ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. മോനാണ് ഡ്രൈവ് ചെയ്യുന്നത്, ചേട്ടൻ സൈഡ് സീറ്റിലിരിക്കുന്നുണ്ട്, ബാക്കിൽ ഞാനും അമ്മുവും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രം കേട്ടോ. ഇതാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രം. റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അത് കണ്ടപ്പോൾ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കൊരട്ടി എത്തിയിട്ടോ. കൊരട്ടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്. ആ ഓവർ ബ്രിഡ്ജ് കയറി പോകുമ്പോൾ കൊരട്ടി മുത്തിയുടെ പള്ളിയിലേക്ക് എത്തും. ആ വഴിയാണ് കൊരട്ടി മുത്തിയുടെ പള്ളിയിലേക്ക് പോകാനുള്ള വഴി. ഈ ഇടതുവശത്ത് കാണുന്നത് പഴയ ഒരു സ്പിന്നിങ് മില്ലിൻ്റെ ഭൂമിയാണ് കേട്ടോ. മധുര കോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊരട്ടിയിൽ പണ്ട് ഒരു നല്ല സ്പിന്നിങ് മില്ലുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പൂട്ടിപ്പോയി, ഏക്കർ കണക്കിന് ഭൂമി വെറുതെ കിടക്കുകയാണ്. ഈ സ്പിന്നിങ് മില്ലിൻ്റെ ഭൂമി അവസാനിക്കുന്നിടത്താണ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഈ കാണുന്നതാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി. ഈ കാണുന്നതാണ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ കേട്ടോ. കറുകുറ്റിയിലുള്ള അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലാണിത്. വളരെ നല്ലൊരു ആശുപത്രിയാണ്. ഇവിടുന്നാണ് നമ്മൾ എയർപോർട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിയുന്നത് കേട്ടോ. ഈ വഴിയിൽ നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് എയർപോർട്ടിലേക്ക്. നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിത്തുടങ്ങി. ഈ സൈഡിലൊക്കെ കാണുന്നത് സോളാർ പാടങ്ങളാണ് കേട്ടോ. സോളാർ പാടങ്ങൾ, അതായത് എയർപോർട്ടിൻ്റെ ആവശ്യത്തിനുള്ള മുഴുവൻ വൈദ്യുതിയും സോളാറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സോളാർ പാനലുകളൊക്കെ വെച്ചിട്ടുള്ള സോളാർ പാടങ്ങളാണ് ഇതിൻ്റെ 2 വശത്തും കാണുന്നത്. ആ ഭാഗത്ത് കാണുന്നതും സോളാർ പാടങ്ങളാണ്. എയർപോർട്ടിലെ എല്ലാ ആവശ്യത്തിനുള്ള മുഴുവൻ വൈദ്യുതിയും സോളാറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു എയർപോർട്ട് ഇന്ത്യയിലോ ലോകത്തിൽ തന്നെ ആദ്യത്തേതാണെന്ന് തോന്നുന്നു. അതേട്ടോ, ഇവിടെ ബോർഡ് കാണാനുണ്ട്. ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ്. ഫുൾ സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ ആ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ പാർക്കിംഗ് ഫീസൊക്കെ നമ്മൾ കൊടുക്കണം. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ അവർ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് കൊടുക്കാതെ ഞങ്ങൾ അകത്ത് കയറി. തിരിച്ചു പോകുമ്പോൾ
വണ്ടി കൊണ്ട് തിരിച്ചു പോകുമ്പോൾ മോൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ എയർപോർട്ടും ഉണ്ട്, ഡൊമസ്റ്റിക്കും ഉണ്ട്. ഞങ്ങൾക്ക് പോകേണ്ടത് ഡൊമസ്റ്റിക്കാണ്. കാരണം ഞങ്ങൾക്ക് ഹൈദരാബാദ് വരെയല്ലേ പോകേണ്ട കാര്യമുള്ളൂ. ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണലിലേക്ക് പോകണ്ടു. ഞങ്ങൾ ഡൊമസ്റ്റിക്കിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഇത് ടെർമിനൽ 1 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടെർമിനൽ 1ൻ്റെ ആ ഒരു ഡിപ്പാർച്ചറിൻ്റെ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതെ, ടെർമിനൽ 1ലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് ലഗേജൊക്കെ നമ്മളൊരു ട്രോളിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അവിടെ നമുക്ക് ലഗേജ് കൊണ്ടുപോകാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഹെൽപ്പിന് അവിടെ ആൾ വരും കേട്ടോ. ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചൊരാൾ വന്നിരുന്നു. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെയാണ് ലഗേജൊക്കെ മാറ്റാനും കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഹെൽപ്പിന് ആളെ കിട്ടും. ഇവിടെ ലഗേജൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ കാറ് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ മോൻ അതിന് വേണ്ടി പോയി. ഞങ്ങൾ ലഗേജും കൊണ്ട് ഞങ്ങളുടെ ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് ഞാനും ചേട്ടനും മോളും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും മോളും വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ട്രോളിയും തള്ളിക്കൊണ്ട് പോവുകയാണ്. ഞാൻ പുറകിൽ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. എയർപോർട്ടിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വേറെ ഫ്ലൈറ്റുകൾക്കുള്ള ആൾക്കാരും അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ആങ്ങളെയും പെങ്ങളും കൂടി യാത്ര പറയുകയാണ് കേട്ടോ. അവൻ ഞങ്ങളുടെ കൂടെ വരുന്നില്ലല്ലോ, അത് ഞങ്ങൾക്കൊക്കെ വലിയ വിഷമമായിരുന്നു അവനില്ലാത്തത്. അപ്പോൾ അവർ രണ്ടുപേരും യാത്ര പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിനി അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതിനുള്ളിലേക്ക് അപ്പുവിന് പ്രവേശനമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് അവൻ ഞങ്ങളോട് യാത്ര പറഞ്ഞ് അവൻ തിരിച്ചു പോവുകയാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം മോളാണ് എല്ലായിടത്തും പോയി ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ അവളാണ് ഞങ്ങളെയും കൊണ്ടുപോയി എല്ലാം ചെയ്യിച്ചത് കേട്ടോ. ചെക്ക് ഇൻ ചെയ്യലും എല്ലാം അവളാണ് പറഞ്ഞു തന്നത്. കാരണം ഞങ്ങൾക്ക് എയർ ഇന്ത്യയുടെ ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ എയർ ഇന്ത്യയുടെ ചെക്ക് ഇൻ പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ടാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക. അങ്ങനെ ഓരോ വിമാന കമ്പനികൾക്കും ഓരോ പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൾ ചോദിച്ചറിഞ്ഞിട്ടാണ് എല്ലാം ചെയ്തു തന്നത്. ഫസ്റ്റ് ടൈം എയർപോർട്ടിലെത്തുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. കൂറ കപ്പലിൽ പോയ പോലെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ വന്ന് ഇരിക്കുകയാണ്. ഞങ്ങൾ ഇനിയിപ്പോൾ അവർ നമ്മുടെ വിമാനത്തിൻ്റെ ടൈം ആവുന്ന സമയത്ത് അവർ നമ്മളെ വിളിക്കും. അപ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ബോർഡിംഗ് പ്ലേസ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്. അപ്പം ഞങ്ങളവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് 6:10 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് 7 മണിക്കാണ് ടേക്ക് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ ബോറടിയൊന്നുമില്ല. ഞങ്ങൾ ഓരോ ഫോൺ വന്നിരുന്നു അതിനിടയിൽ. അപ്പോൾ ആ ഫോൺ വിളിച്ചു. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. പിന്നെ അതിനിടയ്ക്ക് ആ ഗ്ലാസ്സിലൂടെ നമ്മൾക്ക് ഓരോ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീൽ ചെയറുകളൊക്കെ ഇരിക്കണുണ്ടോ. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർ വീൽ ചെയറൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അങ്ങനെ 2 മണിക്കൂറിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലുള്ള യാത്രക്കാരെ മുഴുവൻ ഇറക്കിയതിന് ശേഷം ഫ്ലൈറ്റ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഞങ്ങളെ അതിനുള്ളിലേക്ക് കയറ്റും. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് പറയണത്. അപ്പോൾ ഫ്ലൈറ്റ് വന്ന് നിൽക്കുമ്പോൾ ആ ഫ്ലൈറ്റിൽ നിന്ന് ആൾക്കാർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടണൽ പോലെ ഒരു സംഭവമുണ്ട്. ആ ടണൽ ആ ഫ്ലൈറ്റിലേക്ക് ഘടിപ്പിക്കും. എന്നിട്ട് അതിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോരും. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് കേട്ടോ ഈ ഇടനാഴിയിലൂടെ നടന്നു പോകുന്നത്. അതിൻ്റെ ഇപ്പുറത്താണ് ഞങ്ങൾക്ക് ഗ്ലാസ് ഉള്ളത്. അതിനപ്പുറത്ത് വേറൊരു ഗ്ലാസ്സും കൂടി ഉണ്ട്. അങ്ങനെ 2 ഗ്ലാസിൻ്റെ ഉള്ളിലൂടെയാണ് ഞാൻ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് ലഗേജൊക്കെ മാറ്റുന്നത് കണ്ടോ. ഇങ്ങനെ താഴേക്കൊരു ടണൽ പോലൊരു സാധനം വെച്ചിട്ട് അതിലൂടെയാണ് കണ്ടെയ്നേഴ്സിലേക്ക് നമ്മുടെ ലഗേജൊക്കെ മാറ്റുന്നത് അവർ. അങ്ങനെ ഇതിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളാണ്. നിറയെ ആൾക്കാരൊക്കെ വന്ന് അത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇതിലൂടെ കാണുന്നത് കേട്ടോ. അപ്പം ഞങ്ങളെ അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു കേട്ടോ. നമ്മുടെ സീറ്റിൻ്റെ നമ്പർ അനുസരിച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. ബാക്കിലുള്ളവരെ ആദ്യം വിളിക്കും, സെൻറ്ററിലുള്ളവരെ പിന്നീട് വിളിക്കും, ഫ്രണ്ടിലിരിക്കുന്നവരെ ഏറ്റവും ലാസ്റ്റ് വിളിക്കും. അപ്പോൾ ചേട്ടനും മോളും ഒക്കെ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എല്ലാവർക്കും. എന്താണ് എങ്ങനെയാണ് എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ എനിക്ക്.
അപ്പോൾ അങ്ങനെ ഈ ടണലിലൂടെ പോയി ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി കേട്ടോ. ഇത് നമ്മുടെ ലഗേജ് വെക്കാനുള്ള സ്പേസാണ്. അതായത് ക്യാബിൻ ബാഗൊക്കെ വെക്കാനുള്ള സ്പേസാണ്. നമ്മുടെ കയ്യിൽ നമ്മൾ പിടിക്കുന്ന ബാഗ് അത് വെക്കാനുള്ള സ്പേസാണ്. ഹാൻഡ് ബാഗൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. 7 മണിയായി. അതുകൊണ്ട് ലൈറ്റുകളൊക്കെ അത്യാവശ്യം എയർപോർട്ടിൽ തെളിഞ്ഞു തുടങ്ങി. പിന്നെ ഇത് ക്യാബിൻ്റെ ഉള്ളിൽ നിന്നും മുകൾ ഭാഗത്തെ വ്യൂ ആണ്. അപ്പം ഞാനിതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇത് നമുക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എയർ ഹോസ്റ്റസ്മാർ സീറ്റ് ബെൽറ്റ് ഇടേണ്ട രീതിയൊക്കെ നമുക്ക് അവർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ മുകളിൽ നിന്ന് താഴേക്കുള്ള ദൃശ്യമാണ് കേട്ടോ. ഫുൾ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റ് പോകുന്നത് ബാംഗ്ലൂർക്കാണ്. ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ചെന്നിട്ട് ഇറങ്ങിയിട്ട് ഹൈദരാബാദ് ഫ്ലൈറ്റിലേക്ക് മാറി കയറണം. അപ്പോൾ ഇനി ബാംഗ്ലൂർ ചെന്നിട്ടുള്ള കാഴ്ചകളും അവിടെ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റും ഒക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ. ഇതിപ്പോൾ ഒരുപാട് ലെങ്തി ആയി. അപ്പോൾ ഇനിയും ലെങ്ത് കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.